സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും പ്രഭാതവന്ദനം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 7 വാക്യം 48. പിന്നെ യേശു അവളോട്, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 48-ാം വാക്യത്തിൽ ശീമോൻ എന്നു പേരുള്ള ഒരു പരീശൻ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ആ ഭവനത്തിൽ യേശു ശീമോൻ്റെ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന പാപിനിയായ ഒരു സ്ത്രീക്ക് യേശു കൊടുത്ത പാപക്ഷമയാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ പാപിനിയായ സ്ത്രീ ശീമോൻ്റെ ഭവനത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് വരുന്നത്. ശീമോൻ എന്ന പരീശൻ ക്ഷണിച്ചത് യേശുവിനെയാണ്. യേശു വന്ന് ശീമോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇതാ പാപിനിയായ, അഥവാ കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിൽ ജീവിച്ച ഒരു സ്ത്രീ അവിടെ വരികയാണ്. വന്ന് യേശുവിന് ശുശ്രൂഷ ചെയ്യുകയാണ്. അവൾ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽ കഴുകുകയാണ്. തൻ്റെ തലമുടി കൊണ്ട് കാൽ തുടയ്ക്കുകയാണ്. മാത്രമല്ല, അവൾ യേശുവിൻ്റെ പാദത്തിൽ ചുംബനം നൽകുകയും ചെയ്യുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു അതിഥി ഒരു ഭവനത്തിൽ വരുമ്പോൾ ആതിഥേയൻ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഈ സ്ത്രീ യേശുവിന് വേണ്ടി ചെയ്തത്. കാല് കഴുകുക, കാൽ തുടയ്ക്കുക, ചുംബനം ചെയ്യുക. ശീമോൻ അഥവാ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച പരീശനായ ശീമോൻ യേശുവിന് വേണ്ടി ഇതൊന്നും ചെയ്തില്ല. ഇവിടെ നാം കാണുന്നത് യേശുവിന് വേണ്ടി ചെയ്യേണ്ടത് പരീശനായ ശീമോൻ ചെയ്യാതെ ശീമോൻ തൻ്റെ ഭവനത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന ആ പാപിനിയായ സ്ത്രീ യേശുവിന് വേണ്ടി ചെയ്തത് കണ്ട് നീരസപ്പെടുകയാണ്. അവൾ ചെയ്ത നല്ല കാര്യം അഥവാ ആതിഥ്യ മര്യാദ പരീശനായ ശീമോന് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരമുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ കടമകൾ നാം ശരിയായി നിറവേറ്റാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നാം പലപ്പോഴും കണ്ടുപിടിക്കുന്നു. ശീമോൻ യേശുവിന് വേണ്ടി ചെയ്യേണ്ട ആതിഥ്യ മര്യാദ ചെയ്യാതെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അവൻ്റെ ഭവനത്തിൽ വന്ന് യേശുവിന് വേണ്ടി ചെയ്ത ആ ആതിഥ്യ മര്യാദ അത് കണ്ട് നീരസപ്പെടുന്നത് പോലെ നാം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യാതെ അത് ചെയ്യുന്നവരെ ഓർത്ത് അഥവാ കണ്ട് നീരസപ്പെടുന്ന അനുഭവം, ഇത് ശരിയല്ല.
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. മറ്റുള്ളവരുടെ കുറ്റങ്ങളല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നാം നോക്കേണ്ടത്. യേശു അവളെ കാണുന്നത് ഒരു പാപിനിയായിട്ടല്ല, വരുന്ന ആളുകളിൽ പാപം വെടിഞ്ഞ് ജീവിക്കുന്ന ഒരു വിശുദ്ധയായിട്ടാണ്. യേശു അവളെ നീതീകരിക്കുകയാണ്. യേശു അവളുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ കണ്ടെത്താം. ആമേൻ, ആമേൻ. കാലിത്തൊഴുത്തിൽ പിറന്ന